ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത 100% സക്സസ് ആവുമെന്ന് ഉറപ്പുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുവരെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ 2 കപ്പ് അരിക്ക് ഈ 3 അച്ച് ശർക്കര നല്ല കണക്കാണ് കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് വറ്റിക്കൊന്നും വേണ്ട. ശർക്കര മെൽറ്റായ ഉടനെ തന്നെ ഇതേമാതിരി അരിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചോറ്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ചെറിയ ജീരകം, ഏലക്ക. അപ്പോൾ അത് പിന്നെ ഒരു 3-4 മണിക്കൂറെങ്കിലും നല്ലോണം കുതിർത്ത് വെക്കണം. പച്ചരി ഇട്ടോ, ഏത് പച്ചരി ഇട്ടിട്ടുണ്ടാക്കിയാലും നന്നാവും. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരി തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷം നമ്മളിത് മിക്സീൻ്റെ ജാറിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം തീരെ പാടില്ല. നമ്മൾ പിന്നെ കുതിർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പേക്ക് അരിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ശർക്കര പാനിയിലാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഓവറായിട്ടുള്ള ചൂട് വേണ്ട. നമ്മളൊരു വിരലൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയാൽ ഒരു ചൂടുണ്ടാവില്ലേ, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂട്, ആ ഒരു ചൂടിൽ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ മാവ് വെന്ത് പോവും. പിന്നെ അതിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കണം കേട്ടോ. ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിൻ്റെ ചോറ് തന്നെയാണ്. 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇപ്പം തന്നെ ഇടൂല. ഇതൊന്ന് അരച്ചിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഇനി മൈദ ഒക്കെ ഇട്ട് കൊടുക്കാൻ പോണത് കേട്ടോ. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒരിക്കലും അരച്ചെടുക്കരുത്. ഇനി ഇതിലോട്ട് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം നല്ല പാകമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം എൻ്റെത് പാകമല്ല, നല്ല തിക്കായി മാവ് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. ബാക്കി നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചുടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പക്കാരം സോഡാപ്പൊടി ഇട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 നുള്ളി എന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു 2 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ നേരത്തെ ഓവറായിട്ട് അരച്ചിട്ടില്ലേന്ന്, ഇപ്പോഴാണ് കറക്റ്റ് പാകത്തിൽ. നമ്മൾ ചെറിയ തരി വേണം. വിരലിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് തിക്കായ മാതിരി തോന്നിയപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂട്ടി കൊടുത്തു. പിന്നെ ഞാനിതാ നെയ്യപ്പാണല്ലോ, അപ്പോൾ പിന്നെ നെയ്യില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പശു നെയ്യോ RKG ഏത് നെയ്യ് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ RKG ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് RKG ഒഴിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി നമ്മളെ മാവിന് വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്. നമ്മളിങ്ങനെ സ്പൂണിൻ്റെ കയ്യിലിൻ്റെ ഒക്കെ ബാക്കൊന്നും ഇങ്ങനെ വിരലിട്ടൊന്നും ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ പിന്നെ ആ വരൻ്റെ അപ്പുറത്ത് കൂടി മാവ് ഒലിച്ച് പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നല്ലോണം തീ കൂട്ടി വെച്ചതിൻ്റെ ശേഷം പിന്നെ ലോ ഫ്ലെയിമിക്ക് ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ ചുട്ട് തീരണ വരെ ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ പിന്നെ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഈ എണ്ണൻ്റെ എടുത്ത് പോയിട്ട് വേണം
മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മൾ കുത്തനെ മേലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നെയ്യപ്പം ശരിയാവില്ല കേട്ടോ. നമ്മൾ എണ്ണൻ്റെ അടുത്ത് തൊട്ടില്ല എന്നുള്ള നിലക്ക് കയ്യിൽ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ മാവ് പാർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ വിശദമായി പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് തവണ ഫ്ലോപ്പായി പോയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ നെയ്യപ്പം. ലാസ്റ്റ് ഞാനത് കുയ്യപ്പാക്കിയിട്ട് മാറ്റാറാണ് പതിവ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നല്ല അടിപൊളി തന്നെ ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയപ്പോൾ ഫ്ലോപ്പ് ആവാറൊന്നുമില്ല. നല്ല അടിപൊളി തന്നെ നമ്മൾ നെയ്യപ്പം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് പൊന്തി വന്നപാട് മറിച്ചിടരുത്. അരികൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞ് വരും. അത് കാണുമ്പോഴാണ് കേട്ടോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഇത് പൊന്തി വന്ന പാടന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേൽഭാഗം പൊട്ടും. അപ്പോൾ പിന്നെ എണ്ണയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇതിൻ്റെ ആകൃതി ഒന്നും കിട്ടൂല. പിന്നെ വേറെ പല ആകൃതിയിലേക്കാണ് നമ്മൾ നെയ്യപ്പം കിട്ടൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ നെയ്യപ്പം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും പിന്നെ വീഡിയോക്ക് സ്പീഡ് കൂട്ടാഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ നെയ്യപ്പം ഫ്ലോപ്പ് ആവുന്നത്. അവർക്കൊക്കെ ശരിക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാനിങ്ങനെ 2-3 പ്രാവശ്യം നെയ്യപ്പം ഉണ്ടാക്കുന്നത് കാട്ടണത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് നോമ്പും ബറാത്തും കാര്യങ്ങളൊക്കെ വരുന്നില്ല. അപ്പോഴൊക്കെ ഈ നെയ്യപ്പം കുയ്യപ്പം ഒക്കെ ഈ കറി നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും റിപ്ലൈ തരണം കേട്ടോ. നന്നായിക്കണോ ഇല്ലേന്നൊക്കെ ഉള്ളത് എന്തായാലും പറയണേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ് ആവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ എല്ലാവരും ഒരു കമൻറ്റും കൂടി എഴുതിയിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ നെയ്യപ്പൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. വലിയ പിന്നെ ക്ലിയർ ഇല്ല. അപ്പോൾ ഞാനിനി ക്ലിയറായിട്ട് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടും കൂടി വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നമുക്കിതിങ്ങനെ നന്നായി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയ സാധനം ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ നല്ല ഹാപ്പി ആവില്ല. അപ്പോൾ കണ്ടില്ലേ നല്ല ലൈറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചെടുത്തപ്പോൾ നല്ല അടിപൊളി നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കേണ്ടി ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവിടെ പകുതി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ സ്നേഹപൂർവ്വം നൂറ തിരൂർ.